പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ഫോട്ടോസും ഡോക്യുമെൻസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇന്ന് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിന്ന് ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ആകാം മൊബൈൽ ഫോണിലേക്കും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കും ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ ഈ രണ്ട് ഡിവൈസുകളും തമ്മിൽ പെയർ ചെയ്യണം. പെയർ ചെയ്യാനായി ആദ്യം കമ്പ്യൂട്ടറിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. അതിന് ടാസ്ക് ബാറിൽ താഴെ ഇവിടെ ഈ റൈറ്റ് കോർണറിൽ നോട്ടിഫിക്കേഷൻസിൻ്റെ ഒരു ചെറിയ ഐക്കൺ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് ബ്ലൂടൂത്തിൻ്റെ ടൈല് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ വിൻഡോയുടെ പുറത്ത് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. പിന്നീട് ഈ അപ്പ് ആരോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ഒരു ഐക്കൺ കാണാം. ഇവിടെ ബ്ലൂടൂത്ത് നമ്മൾ ഇങ്ങനെ ഓൺ ചെയ്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഇത് ഞാൻ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം ഇവിടെ വന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ആരോ സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ഐക്കൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് എ ബ്ലൂടൂത്ത് ഡിവൈസ് അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ബ്ലൂടൂത്ത് സെറ്റിങ്സിൻ്റെ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഐക്കൺ സെലക്ട് ചെയ്ത് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഗോ ടു സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്താലും ഈ വിൻഡോയിലേക്ക് വരാവുന്നതാണ്. ഈ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഓഫ് ആയിരിക്കുകയാണ്. ബ്ലൂടൂത്തിൻ്റെ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആവുകയും ചെയ്യും. ഇതുപോലെ ഒരു സ്ക്രീൻ വരികയും ചെയ്യും. ഈ സ്ക്രീൻ ഇതുപോലെ തന്നെ ഇട്ടിരിക്കണം. ഡണ്ണിൽ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ പുറത്ത് എവിടെയെങ്കിലും മൊബൈൽ ഫോണിൽ ടച്ച് ചെയ്തുകൊണ്ടോ ഈ സ്ക്രീൻ ഈ ഒരു ചെറിയ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യരുത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പെയർ ഡിവൈസസിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് കാണുന്നില്ല. അതേസമയം അവൈലബിൾ ഡിവൈസസിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേരുണ്ട്. ഇവിടെ ഡെസ്ക്ടോപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ലാപ്ടോപ്പുമായിട്ടാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് റീനെയിം ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഫോൺ M12 എന്ന് കാണാം. റെഡി ടു പെയർ എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഫോണുമായിട്ടാണ് നമ്മൾ പെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പെയർ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പാസ് കീ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പാസ് കീ നമ്മുടെ മൊബൈൽ ഫോണിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഇവിടെ പെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചില ഫോണിൽ ഓക്കെ എന്നായിരിക്കും കൊടുക്കുന്നത്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും നമ്മൾ ക്ലിക്ക് ചെയ്യുക യെസ് എന്നുള്ളിടത്ത്. ഇത് അധികം ടൈം ലാഗ് ഇല്ലാതെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ ഡിവൈസസ് തമ്മിൽ പെയർഡായി. ഇവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പെയർ ഡിവൈസസിൻ്റെ ലിസ്റ്റിൽ മൊബൈൽ ഫോണിൽ ഡെസ്ക്ടോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. ഫോണിലെ ഈ വിൻഡോയും ഈ ഡണ്ണിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഈ ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തതായി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈൽ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി നമുക്കൊരു ഫയലൊന്ന് സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു PDF ഡോക്യുമെൻ്റാണ് സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ സെൻഡ് ചെയ്യാനായി ആദ്യം മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഈ ഡോക്യുമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് സെൻഡ് ടു ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലൂടൂത്ത് ഡിവൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ കാണാം. ഇതാണ് സെൻഡ് ഫയലിൻ്റെ വിൻഡോ. ഇവിടെ നമ്മുടെ ഡിവൈസിൻ്റെ പേരുണ്ട്. ഈ ഡിവൈസിലോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ഓഫ് ആണെങ്കിൽ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണത്തില്ല. ചിലപ്പോൾ നമുക്ക് അല്പം തിരക്കൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ ഒരു ഫയൽ നമ്മളങ്ങ് സെലക്ട് ചെയ്യും. ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഓർക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഡിവൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് ആക്റ്റീവ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതൊന്ന് ഓൺ ചെയ്താൽ മതി. പിന്നീട് ഇവിടെ വന്ന് വീണ്ടും ഒന്നും കൂടി ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കാം. അതിനുശേഷം നെക്സ്റ്റിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് സെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. ഫയൽ ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്യണോ ഡിക്ലൈൻ ചെയ്യണോ എന്ന്. ഇപ്പോൾ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇത് സെൻഡ് ആവുകയാണ്. സെൻഡ് ചെയ്ത് തീർന്ന ശേഷം ഇവിടെ ഫിനിഷ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ ഈ സെൻഡ് ചെയ്ത ഫയൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഫോണിൽ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. അതിനായി മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുക. ഇത് ഡൗൺലോഡ്സിനകത്ത് കാണും. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്തും കാണും. ഡോക്യുമെൻറ്റ്സിനകത്ത് ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തായിരിക്കും കാണുന്നത്. ഇതൊരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡോക്യുമെൻറ്റ്സിനകത്തും കൂടി വരുന്നത്. ഡൗൺലോഡ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആദ്യത്തെ ഐറ്റമായിട്ട് നമ്മളിപ്പോൾ അയച്ച ഫയൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ആരോ കൊടുത്ത് നേരത്തെ ഉള്ള സ്ക്രീനിൽ പോകാം. ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെയും അത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ പിക്ചർ സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പിക്ചേഴ്സ് എന്നുള്ള ലൊക്കേഷനിലുള്ള ഒരു പിക്ചറാണ് അയക്കാനായിട്ട് പോകുന്നത്. അതിനായി ദിസ് PC ഓപ്പൺ ചെയ്ത് പിന്നീട് പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് സേവ്ഡ് പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിനകത്താണ് പിക്ചർ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആദ്യത്തെ പിക്ചറാണ് സെൻഡ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സെൻഡ് ടു, പിന്നീട് ബ്ലൂടൂത്ത് ഡിവൈസ് സെലക്ട് ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ ഈ ഫോണിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ അത് സെൻഡ് ആവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ ഇതേപോലെ മെസ്സേജ് വന്നു. നമ്മളവിടെ അക്സെപ്റ്റ് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മളിവിടെ ഫിനിഷിംഗ് കൊടുക്കുന്നു. ഈ പിക്ചർ മൊബൈൽ ഫോണിൽ ഗാലറി ഓപ്പൺ ചെയ്താൽ കാണാം. അതുപോലെ തന്നെ മൈ ഫയൽസിലും ഉണ്ടാകും. മൈ ഫയൽസിൽ ഇതൊരു പിക്ചർ ആയതുകൊണ്ട് ഡൗൺലോഡ്സിലും കാണും, ഇമേജസിലും കാണും. ഇമേജസിലും ഇതേപോലെ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിനകത്തായിരിക്കും കാണപ്പെടുന്നത്. ആദ്യം നമുക്ക് ഡൗൺലോഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആദ്യത്തെ ഐറ്റമായിട്ട് അത് കാണുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ആരോ കൊടുത്തിട്ട് നേരത്തെയുള്ള സ്ക്രീനിൽ പോയി ഇമേജസ് ഓപ്പൺ ചെയ്യാം. ഇമേജസിനകത്തും ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനകത്താണ് ഈ പിക്ചർ വന്നു കിടക്കുന്നത്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഏത് ആപ്പ് ഉപയോഗിച്ചാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് താഴെ വരും. പിക്ചേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സാധാരണ ഗാലറി ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഗാലറി തന്നെയാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. ഗാലറി സെലക്ട് ചെയ്യുക. അപ്പോൾ ഗാലറിയിൽ അത് ഓപ്പൺ ആകും. ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ മുകളിലെ റീസെൻറ്റ് ഫയൽസ് എന്ന സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പുതിയ പുതിയ ഫയൽസ് വരുമ്പോൾ അത് അവിടെ നിന്നങ്ങ് പോകും. ഇനി അടുത്തതായി മൊബൈൽ ഫോണിൽ നിന്നും സെൻഡ് ചെയ്യുന്ന ഒരു ഫയൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ റിസീവ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ റിസീവ് ചെയ്യാനായി ഫയൽ റിസീവ് ചെയ്യുന്നതിൻ്റെ വിൻഡോ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിടണം. ആ വിൻഡോ ലഭിക്കുന്നതിനായി ആദ്യം ബ്ലൂടൂത്ത് ഓൺ ആണോ എന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ആരോ ക്ലിക്ക് ചെയ്ത് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്ത് റിസീവ് എ ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ വിൻഡോ. ഈ വിൻഡോ ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിടണം. എങ്കിൽ മാത്രമേ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ സെൻഡ് ചെയ്യാനുള്ള ഐറ്റം ഇങ്ങോട്ട് ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ മൈ ഫയൽസിലും പോയിട്ട് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് നോട്ട്സ് സെലക്ട് ചെയ്ത് ഈ കാണുന്ന ഫയലാണ് സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫയലിൻ്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ടിക്ക് മാർക്ക് വന്നു. അതുപോലെ തന്നെ താഴെ ഷെയർ എന്നുള്ള ഓപ്ഷനും കാണാം. ആ ഷെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മളിപ്പോൾ പെയർ ചെയ്തത് ഡെസ്ക്ടോപ്പാണ്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റിസീവിങ്ങിൻ്റെ വിൻഡോ വന്നു. ഇവിടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഫോണിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ്സിലും ഇമേജസിലും ഒക്കെ പോയി സേവ് ആകുകയാണ് ചെയ്യുന്നത്. എന്നാൽ കമ്പ്യൂട്ടറിലാകുമ്പോൾ ലൊക്കേഷൻ ചോദിക്കും, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഡെസ്ക്ടോപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഫിനിഷ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും വന്ന് സേവ് ആകുന്നത്. എന്നാൽ ഡെസ്ക്ടോപ്പിലല്ല, മറ്റേതെങ്കിലും ലൊക്കേഷനിൽ ഇപ്പോൾ ഈ ദിസ് PC എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഉള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അതിലെവിടെയെങ്കിലുമാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ ബ്രൗസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ധാരാളം ലൊക്കേഷൻസ് ഉണ്ട്. ദിസ് PC ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ധാരാളം ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സെലക്ട് ചെയ്യുക. പിന്നീട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. ഫിനിഷ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിൽ വന്ന് സേവ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പിക്ചേഴ്സും സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പിക്ചർ ഒന്ന് സെൻഡ് ചെയ്യാം. അതിനായി ഗാലറി ഓപ്പൺ ചെയ്ത് ഈ പിക്ചർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് ഷെയർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്ലൂടൂത്ത്. ഇവിടെ ഡെസ്ക്ടോപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ
റിസീവ് എന്നുള്ള വിൻഡോ ഓപ്പൺ ചെയ്തിടണം. ഇനി ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിവിടെ വരുന്നുണ്ട്, റിസീവ് ആകുന്നുണ്ട്. ഇത് ഒരു പിക്ചർ ആയതുകൊണ്ട് നമുക്ക് ബ്രൗസ് ചെയ്ത് പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിൽ സേവ് ചെയ്യാം. പിക്ചേഴ്സ് ദിസ് PCക്കകത്താണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു, പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം സേവ്ഡ് പിക്ചേഴ്സ് അതിനകത്ത് സേവ് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, പിന്നീട് ഓക്കെ കൊടുക്കുക, പിന്നെ ഫിനിഷും കൊടുക്കുക. ഇപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലല്ല സേവ് ആയിരിക്കുന്നത്, കാരണം നമ്മൾ പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അത് കാണാനായി ഒന്നുകിൽ നമുക്ക് ദിസ് PC ഓപ്പൺ ചെയ്ത് അങ്ങനെ പോകാം, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാനായി നമുക്കറിയാം സേവ്ഡ് പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിലാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സേവ്ഡ് പിക്ചേഴ്സ് എന്ന് ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സേവ്ഡ് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മൊബൈൽ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും ഒക്കെ സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ മൊബൈൽ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് പിക്ചറോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ ആദ്യം തന്നെ ഇവിടെ വന്ന് റിസീവ് എ ഫയൽ എന്നുള്ള ഈ വിൻഡോ ഓപ്പൺ ചെയ്തിടുക. അതല്ലെങ്കിൽ നമ്മൾ ആ ഫോണിൽ നിന്ന് ഇപ്പോൾ ചെയ്തതുപോലെ ആ ഡിവൈസ് ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഡിവൈസ് ഡെസ്ക്ടോപ്പ് എന്ന് സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ വിൻഡോ ഓപ്പൺ ചെയ്തിടണം. മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്തത് ആ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സെൻഡ് ടു സെലക്ട് ചെയ്തു, അങ്ങനെയാണ് ഈ ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ പിക്ചറും സെൻഡ് ചെയ്തത് അങ്ങനെയാണ്. എന്നാൽ ഈ ഡോക്യുമെൻറ്റ് ഇവിടെ ഡെസ്ക്ടോപ്പിലല്ല, മറ്റെവിടെയെങ്കിലും ആണ്, മറ്റേതെങ്കിലും ലൊക്കേഷനിലാണ്. എന്നാൽ ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ആരോ സെലക്ട് ചെയ്ത് ബ്ലൂടൂത്ത് ഐക്കൺ സെലക്ട് ചെയ്ത ശേഷം സെൻഡ് എ ഫയൽ സെലക്ട് ചെയ്യും. ഡിവൈസ് സെലക്ട് ചെയ്തു, പിന്നീട് നെക്സ്റ്റ് കൊടുത്തു. നേരത്തെ നെക്സ്റ്റ് കൊടുത്തപ്പോൾ അവിടെ ഫയൽ സെൻഡായി, കാരണം നമ്മൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്തായിരുന്നു ഫയൽ. ഇപ്പോൾ നമ്മൾ ഫയലൊന്നും സെലക്ട് ചെയ്തില്ല, നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഇവിടെ നമ്മൾ ബ്രൗസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ധാരാളം ലൊക്കേഷൻസ് വരും. ഇത് ഡോക്യുമെൻറ്റ്സിൻ്റെ ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ വേറെ ലൊക്കേഷൻ പിക്ചേഴ്സിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ലൊക്കേഷൻ എല്ലാം നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ നിന്നും ഈ ഡോക്യുമെൻ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക, പിന്നീട് ഓപ്പൺ കൊടുക്കുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അന്നേരം ഇത് സെൻഡ് ആകും. നേരത്തെ വന്നതുപോലെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഒരു മെസ്സേജ് വരും ഫയൽ ട്രാൻസ്ഫറിൻ്റെ, അത് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുക. ഇപ്പോഴും നേരത്തെ പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് ഡൗൺലോഡ്സിലും വരും, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിനകത്ത് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിനകത്തും വരും. ഇതിപ്പോൾ നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഓൾറെഡി നേരത്തെ തന്നെ പെയർ ചെയ്യപ്പെട്ട ഡിവൈസസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ബ്ലൂടൂത്ത് ഐക്കൺ എടുത്തിട്ട് ഷോ ബ്ലൂടൂത്ത് ഡിവൈസസ് അത് സെലക്ട് ചെയ്യുക. അപ്പോഴും നമ്മൾ ബ്ലൂടൂത്ത് സെറ്റിങ്സിൻ്റെ വിൻഡോയിലേക്ക് പോകും. ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ ഡിവൈസസ് ആണ് ഈ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന്. നമ്മളിനി പെയർ ചെയ്യാനായിട്ട് പോകുന്ന ഡിവൈസ് നേരത്തെ ആരെങ്കിലും പെയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ ബ്ലൂടൂത്ത് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ വരും. അതിനകത്ത് പെയർഡ് ഡിവൈസസ് എന്നും പറഞ്ഞിട്ട് പെയർഡ് ഡിവൈസസിൻ്റെ ലിസ്റ്റ് കാണും. അതിന് താഴെ അവൈലബിൾ ഡിവൈസസ് കാണും. അതായത് ബ്ലൂടൂത്ത് ഇപ്പോൾ ഓൺ ചെയ്തിട്ടിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇവിടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും കമ്പ്യൂട്ടറിൽ ഇതേപോലെ ടാസ്ക് ബാറിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ബ്ലൂടൂത്ത് എന്നുള്ള ഒരു ടൈല് ഇല്ലെങ്കിൽ ഇവിടെ ഓൾ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അവിടെ നിന്നും ഡിവൈസസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ കാണും. അതിൽ നിന്നും ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ ബ്ലൂടൂത്ത് ഇപ്പോൾ ഓഫ് ആയിരിക്കുകയാണ്. ഓൺ ചെയ്യാനായിട്ട് ഈ ഗിയർ ഒന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പെയർ ചെയ്യാനുള്ള വിൻഡോയിൽ വരാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ സെൻഡ് ഓർ റിസീവ് ഫയൽസ് വയ ബ്ലൂടൂത്ത് അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റിസീവ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്തായിരുന്നല്ലോ, അതേ ഓപ്ഷനാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സെൻഡ് എ ഫയൽ ആ ഓപ്ഷനാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഐക്കണേ ഈ ടാസ്ക് ബാറിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ വിൻഡോസിൻ്റെ പഴയ വേർഷനിലൊന്നും ഈ ഒരു ഐക്കൺ കാണുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിൻഡോയും കാണുകയില്ല. അങ്ങനെയായിരിക്കുമ്പം ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് വിൻഡോ ഓപ്പൺ ചെയ്യാനായി ഇവിടെ സെർച്ച് ബാറിൽ സെറ്റിങ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1-2 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്താൽ മതി. മുകളിൽ സെറ്റിങ്സ് എന്ന് വരും, അത് സെലക്ട് ചെയ്യുക. അപ്പോഴും ഈ വിൻഡോയിൽ തന്നെ നമ്മൾ വരും. ഇവിടെ നിന്ന് ഡിവൈസസ് സെലക്ട് ചെയ്യുക, പിന്നീട് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്ത് ഈ വിൻഡോയിലേക്ക് വരാം. ഇനി പെയർ ചെയ്ത ഡിവൈസസിൻ്റെ നെയിം
നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാനായി ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ ലോങ് പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആയി കിടക്കുകയാണ്. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ബ്ലൂടൂത്ത് ഓഫായി കിടക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ വിൻഡോ ഇങ്ങനെ ഓഫ് ആയിരിക്കുന്ന രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗിയറിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഓൺ ആയിട്ട് നേരത്തെ വന്ന അതേ സെയിം വിൻഡോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് എന്നുള്ളതാണ് റീനെയിം ചെയ്ത് ലാപ്ടോപ്പ് എന്നാക്കേണ്ടത്. അതിനായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൺപെയർ ചെയ്യാനായിട്ട് ഒരു വിൻഡോയിൽ വന്നല്ലോ, അതുപോലെ തന്നെ ഈ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്ത് ആ സെയിം വിൻഡോയിലേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഫോണിൽ മുകളിലായിരുന്നു അൺപെയർ എന്നുള്ള ഓപ്ഷനും അതുപോലെ അതിന് മുകളിലായിട്ട് റീനെയിം എന്നുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫോണിൽ അതാണ്, ഫോണിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ച് വിൻഡോയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷേ എന്നാലും ഓപ്ഷൻസ് എല്ലാം അതുപോലെ തന്നെ ആ വിൻഡോയിൽ എവിടെയെങ്കിലും ഒക്കെ തന്നെ കാണും. അപ്പോൾ ഇവിടെ താഴെയാണ് അൺപെയർ എന്നുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നത്, റീനെയിം എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, കണക്ട് എന്നുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ റീനെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫോൺ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി അത് സെലക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് ലാപ്ടോപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നീട് റീനെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് റീനെയിം ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ഈ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുമ്പോഴും ഡെസ്ക്ടോപ്പ് എന്നുള്ളത് മാറി ലാപ്ടോപ്പ് എന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്ലൂടൂത്ത് വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.